നമസ്കാരം. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികൾക്ക് നേരെ വൻ ജിഹാദി ഭീകരാക്രമണം. മധ്യ നൈജീരിയയിലെ നൈജർ സ്റ്റേറ്റിലുള്ള ബിൻസി ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും കടന്നുകയറിയ ഭീകരർ മസ്ജിദുകളിലും പള്ളികളിലും പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്ന നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും നിരവധി പേരെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും വലിയ തോതിലുള്ള കൂട്ടക്കൊലയാണ് നടന്നതെന്ന് ഫെഡറൽ ജനപ്രതിനിധി ജാഫറു മുഹമ്മദ് അറിയിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രദേശത്തെ സജീവമായ ലാക്വാഴ എന്ന പ്രമുഖ ജിഹാദി ഗ്രൂപ്പാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നൈജീരിയയെ നടുക്കിയ ആക്രമണ പരമ്പരകൾ ആരംഭിക്കുന്നത്. ബിൻസിയയിലെയും ബോർഗു പ്രാദേശിക ഭരണകൂട പരിധിയിലെ ദെഗാറ ഡിസ്ട്രിക്റ്റിലുള്ള കെപ്പെന്യെ മസ്ജിദിലും ഒരേ സമയം ഭീകരർ ഇരച്ചു കയറുകയായിരുന്നു. ആക്രമണത്തിന്റെ സമയത്ത് മസ്ജിദിൽ പ്രാർത്ഥിക്കുകയായിരുന്ന നിഷ്കളങ്കരായ ഗ്രാമീണരെ ഭീകരർ വളഞ്ഞു. നൂറുകണക്കിന് വരുന്ന ലഖ്വാറ ഭീകരർ തോക്കുകളും കത്തികളും വാളുകളുമായി മസ്ജിദിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ജിബ്രിൽ അഹമ്മദ് എന്ന ഗ്രാമീണൻ വെളിപ്പെടുത്തി. ഞങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥന അവസാനിപ്പിച്ച ഉടൻ തന്നെ ആയുധധാരികളായ അക്രമികൾ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക തത്വങ്ങളല്ല പിന്തുടരുന്നത് എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ ആളുകളെ ക്രൂരമായി കഴുത്തറുത്തു കൊന്നുവെന്നും ജിബ്രിൽ വിലാപത്തോടെ കൂട്ടിച്ചേർത്തു. ഇതിനിടെ പ്രസ്തുത പ്രദേശത്ത് സ്വാധീനമുള്ള മഹമൂദ എന്ന മറ്റൊരു ജിഹാദി സംഘം ലഖ്വാറ ഭീകരരുമായി തെരുവിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ ഉണ്ടായ ആശയക്കുഴപ്പത്തിലാണ് ഏതാനും ഗ്രാമീണർക്ക് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ സാധിച്ചത്. എന്നാൽ ബിൻസിക്ക് സമീപമുള്ള ഗിദാൻ, സാന, കെപ്പെന്യ ഗ്രാമങ്ങളെ ആക്രമിച്ച ശേഷം കെപ്പെന്യ മസ്ജിദിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരുന്ന 60-ലധികം വിശ്വാസികളെ തോക്കിമുനയിൽ തട്ടിക്കൊണ്ടുപോയതായി പോലീസ് വക്താവ് വാസിയു അബിയോദുൻ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുമായി സംയുക്ത സുരക്ഷാ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വക്താവ് വ്യക്തമാക്കി. നൈജീരിയയിൽ കഴിഞ്ഞ 17 വർഷമായി നിലനിൽക്കുന്ന ജിഹാദി ഭീകരതയുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും തുടർച്ചയായാണ് ഈ പുതിയ ആക്രമണം. വടക്ക് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഭീകരർ ഇപ്പോൾ നൈജീരിയയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും പടരുന്ന കാഴ്ചയാണ് കാണുന്നത്. മുൻപ് 2014 ചിബോക് ഗ്രാമത്തിൽ നിന്നും നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയതിന് സമാനമായ ഭീകരതന്ത്രങ്ങളാണ് ഇവർ ഇപ്പോഴും പയറ്റുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇല്ലാത്ത ഗ്രാമീണ മേഖലകളിൽ ബദൽ ഭരണകൂടം എന്ന വ്യാജേനയാണ് ഇവർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ രാജ്യത്തെ സുരക്ഷാ സേനാംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും സൈന്യത്തിലേക്ക് വലിയ തോതിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനും പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ഉത്തരവിട്ടിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് മാത്രം വോറോ ഗ്രാമത്തിൽ നിന്നും ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 163 പേരെ സുരക്ഷാ സേന സാഹസികമായി മോചിപ്പിച്ചിരുന്നു. ആക്രമണത്തിൽ 160-ലധികം ആളുകളെയാണ് ജിഹാദികൾ കൊലപ്പെടുത്തിയത്. മേഖലയിൽ ക്രിസ്ത്യാനികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക സഹായവും നൈജീരിയൻ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഭീകരരുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ സൈന്യത്തിന് സാധിക്കാത്തത് രാജ്യത്ത് വലിയ ജനരോഷത്തിനും കാരണമാകുന്നുണ്ട്.